അഭിനയിക്കാൻ അറിയാത്ത അമൂൽ ബേബി, അച്ഛൻ്റെയും അമ്മയുടെയും സ്വാധീനത്തിൽ സിനിമയിലെത്തിയ ഭാഗ്യവാൻ, അന്തർമുഖനായ അഹങ്കാരി. ഭാഗ്യനഷ്ടങ്ങളുടെയും കളിയാക്കലുകളുടെയും നീണ്ട ഒരു കാലഘട്ടം പിന്നിടുമ്പോൾ ഇന്ന് ആ നായകൻ എത്തി നിൽക്കുന്നത് മലയാളത്തിലെ മറ്റൊരു യുവതാരത്തിനും സ്വപ്നം കാണാൻ സാധിക്കാത്ത ഉയരത്തിലാണ്. പാതാളത്തോളം ചവിട്ടിത്താഴ്ത്തപ്പെട്ട് അവിടെ നിന്നെല്ലാം സ്വന്തം കഴിവുകൊണ്ട് വെറുപ്പിന് മുകളിൽ ഉയർന്നു പറക്കുന്ന ആ നടന്റെ പേരാണ് പൃഥ്വിരാജ് സുകുമാരൻ. അഭിനയത്തിന്റെ പേരിൽ കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയ ആ നടൻ ഇന്ന് ഇന്ത്യയാകെ കാത്തിരിക്കുന്ന ഒരു സിനിമയിലെ നായകനാണ്. മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ സംവിധായകനാണ്. അതോടൊപ്പം പ്രഭാസിനൊപ്പം മുഖ്യ വേഷത്തിലെത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രം സലാറും ഉടൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 2011 സംവിധായകൻ ഫാസിലിന്റെ സിനിമയിൽ നായകനാകാനുള്ള സ്ക്രീൻ ടെസ്റ്റിൽ വിജയിച്ച ആ 19-കാരനെ നിരാശനാക്കിക്കൊണ്ട് നിർഭാഗ്യവശാൽ ആ സിനിമ സംഭവിച്ചില്ല. തൊട്ടടുത്ത വർഷം ഫാസിലിന്റെ റെക്കമെൻഡേഷനുമായി സംവിധായകൻ രഞ്ജിത്തിന്റെ സിനിമയുടെ സ്ക്രീൻ ടെസ്റ്റിൽ പങ്കെടുക്കാനെത്തിയ പൃഥ്വിരാജ് സുകുമാരൻ അങ്ങനെ ആ സിനിമയിലെ നായകനായി. മറ്റു ചില ചിത്രങ്ങളാണ് പൃഥ്വിരാജിൻ്റെതായി ആദ്യം പുറത്തിറങ്ങിയതെങ്കിലും അദ്ദേഹം ആദ്യമായി അഭിനയിച്ച സിനിമ രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം തന്നെയാണ്. എന്നാൽ ആ സിനിമയിൽ പൃഥ്വിരാജിനേക്കാൾ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയത് നവ്യ നായർ അവതരിപ്പിച്ച ബാലാമണി എന്ന കഥാപാത്രമാണ്. നായകനായി അഭിനയിച്ച ആദ്യ ചിത്രം തന്നെ വിജയം നേടിയെങ്കിലും ആ വർഷത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം നേടിയ നവ്യ നായരുടെ പ്രകടനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന പേരെന്തുകൊണ്ടോ അധികം ആഘോഷിക്കപ്പെട്ടില്ല. പിന്നീട് ചെറുതും വലുതുമായ ഒട്ടേറെ ചിത്രങ്ങൾ, അപ്പോഴെല്ലാം ഒട്ടേറെ വിമർശനങ്ങളും പൃഥ്വിയെ പിന്തുടർന്നുകൊണ്ടിരുന്നു. വിഖ്യാതനായ മലയാള നടൻ സുകുമാരന്റെ മകനായതുകൊണ്ട് സിനിമയിലെത്തപ്പെട്ട നടൻ, വിദേശത്ത് പഠിച്ച് മലയാളത്തെക്കാളേറെ ഇംഗ്ലീഷ് പറഞ്ഞു നടക്കുന്ന ഇവനൊക്കെ എങ്ങനെ മലയാള സിനിമയിലെത്തി തുടങ്ങി ഒട്ടനേകം വിമർശനങ്ങളും ചോദ്യങ്ങളും. അക്കാലത്തെ ഒരു അഭിമുഖത്തിൽ ഇതേപ്പറ്റി ചോദ്യം ചെയ്ത അവതാരകനോട് പൃഥ്വിരാജ് പറഞ്ഞത് ഇങ്ങനെയാണ്: സിനിമയിലധികം ബന്ധങ്ങളൊന്നുമില്ലാതിരുന്ന ഞാൻ ആദ്യം ഒരു അന്തർമുഖനായിരുന്നു. പിന്നീട് എപ്പോഴോ ഞാൻ അഹങ്കാരിയായി. ആ അഹങ്കാരി പിന്നീട് തൻ്റെടിയുമായി. അഭിമുഖത്തിൽ പൃഥ്വി തന്നെ പറഞ്ഞ ഈ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ കരിയറിന്റെ അടയാളപ്പെടുത്തൽ കൂടിയുണ്ട്. 2004 താരസംഘടനയായ അമ്മയും ചില താരങ്ങളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരുന്നു. അന്ന് സൂപ്പർ താരങ്ങൾ പോലും അമ്മയ്ക്കൊപ്പം നിന്നപ്പോൾ വിമത ചേരിയിൽ നിലയുറപ്പിക്കാനായിരുന്നു പൃഥ്വിരാജിന് താല്പര്യം. അങ്ങനെയാണ് അയാൾ മറ്റു താരങ്ങളുടെ ആരാധകർക്ക് മുന്നിൽ തൻ്റെടിയും അഹങ്കാരിയുമാകുന്നത്. 2003 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സ്വപ്നക്കൂട് പൃഥ്വിരാജിന് ഒരു ബ്രേക്ക് നൽകി. 2005 പുറത്തിറങ്ങിയ സന്തോഷ് ശിവന്റെ അനന്തഭദ്രവും ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി. അതേ വർഷം തന്നെ കനാകണ്ടേൻ എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം. 2006 അദ്ദേഹത്തിന്റെ കരിയറിലെ ഭാഗ്യവർഷം തന്നെയായിരുന്നു. വാസ്തവം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ പൃഥ്വിരാജ് മലയാളത്തിൽ എക്കാലവും ആഘോഷിക്കപ്പെട്ട ക്യാമ്പസ് ചിത്രമായ ക്ലാസ്മേറ്റ്സിലും ഭാഗമായി. എന്നാൽ ഒരു വാണിജ്യ സിനിമയ്ക്ക് പറ്റുന്ന നായക നടൻ എന്ന ലേബലിൽ പൃഥ്വി എത്തിയത് 2009 ദീപൻ സംവിധാനം ചെയ്ത പുതിയ മുഖം എന്ന സിനിമയോടെയാണ്. വലിയ വാണിജ്യ വിജയമായ പുതിയ മുഖത്തിലൂടെ പൃഥ്വിരാജിന് യങ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണവുമായി. പിന്നീട് ചെറുതും വലുതുമായ ഒട്ടേറെ ചിത്രങ്ങൾ, മാണിക്യക്കല്ല്, അയാളും ഞാനും തമ്മിൽ, സെല്ലുലോയിഡ്, മുംബൈ പോലീസ്, അനാർക്കലി തുടങ്ങി ഒട്ടനേകം സിനിമകൾ പൃഥ്വിയുടേതായി പുറത്തു വന്നു. എന്നാൽ അപ്പോഴും ഒരു നടൻ എന്ന നിലയിൽ പൃഥ്വിയുടെ കരിയർ ഗ്രാഫ് കയറ്റിറക്കങ്ങളുടേതായിരുന്നു. ഒടുവിൽ വീണ്ടും ഒരു വഴിത്തിരിവുണ്ടാകുന്നത് 2019 മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫർ കോടികളാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. വർഷങ്ങളായി താൻ നേരിട്ടു വന്ന വിമർശനങ്ങൾക്കും കളിയാക്കലുകൾക്കുമുള്ള മറുപടി കൂടിയായിരുന്നു ആ വിജയം. നടനായ പൃഥ്വിരാജ് സുകുമാരനേക്കാൾ സംവിധായകനായ പൃഥ്വിരാജിന് ആരാധകരേറി. സിനിമയുടെ പിന്നണിയിൽ അതീവ പാണ്ഡിത്യമുള്ള, മലയാള സിനിമയെ മറ്റൊരു നിലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന പ്രതിഭ എന്നുവരെ നിരൂപകർ അദ്ദേഹത്തെ വാഴ്ത്തി. ലൂസിഫറിന് ശേഷം പൃഥ്വിരാജ് നായകനായി എത്തിയ അയ്യപ്പനും കോശിയും, ഡ്രൈവിംഗ് ലൈസൻസ്, ജനഗണമന, കടുവ തുടങ്ങിയ സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടി. അതിനിടെ തന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമായ ബ്രോഡാഡിയും പുറത്തിറങ്ങി. അതിനിടെ സ്വന്തമായുള്ള നിർമ്മാണ സംരംഭവും. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച സിനിമകളിൽ ഭൂരിഭാഗവും വലിയ വിജയങ്ങളായി. അങ്ങനെ നടനായും സംവിധായകനായും നിർമ്മാതാവായും വിതരണക്കാരനായും സിനിമയുടെ സമസ്ത മേഖലകളിലും പൃഥ്വിരാജ് എന്ന പേര് ഉയർന്നു കേട്ടു. ഇന്ത്യയാകെ കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ സലാറിൽ പ്രഭാസിനൊപ്പം മുഖ്യ വേഷത്തിലെത്തുന്ന പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിന്റെ കരിയറിന്റെ മറ്റൊരു വഴിത്തിരിവിലാണ്. ഒപ്പം മലയാളം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ആടുജീവിതം എന്ന അത്ഭുത സിനിമയും. എന്തായാലും മലയാളത്തിൽ നിന്നുള്ള യുവതാരങ്ങളുടെ വഴിയല്ല പൃഥ്വിരാജിൻ്റേത്. തൻ്റെടിയായും അഹങ്കാരിയായും ചിത്രീകരിക്കപ്പെട്ട ഒരു നായകന്റെ സിനിമയെ വെല്ലുന്ന ജീവിതം. വെറുപ്പിനും മുകളിൽ ഉയർന്നു പറക്കുന്ന ആ നായകന്റെ പേര് ഒന്നുകൂടി ഓർത്തു വെച്ചോളൂ: പൃഥ്വിരാജ് സുകുമാരൻ.